എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, ഒരു പൊട്ടിത്തകരലിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മൾ ഈ പുറം രാജ്യത്തൊക്കെ ഈ ഇൻഡക്ഷൻ സ്റ്റൗവ് മൂടി വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു സാധനം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ സ്റ്റൗവേൽ അധികം പോറലും കാര്യങ്ങളും ഒന്നും വീഴാതിരിക്കാനും ഒക്കെ ആയിട്ട്, പിന്നെ നമുക്ക് ഈ ഒരു സാധനത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പല പല ഉപയോഗങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു സാധനം ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഡിസൈനൊക്കെ നോക്കി വാങ്ങി വെച്ചതായിരുന്നു, നല്ല മുളകൊക്കെ ആയിട്ട്. എന്ത് തന്നെയായാലും കൊച്ച് ഈ സംഭവം, അതായത് സ്റ്റൗ അങ്ങോട്ട് ഓണാക്കി. നമ്മളിത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴോ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നല്ല കരിഞ്ഞ മണവും ഒരു പുക വന്നില്ല, ഒരു മണമൊക്കെ വന്നപ്പോൾ ഇതെന്താ സംഭവം, അടുപ്പയിലൊന്നും ഇല്ലല്ലോ, നമ്മൾ ഈ ഇടയ്ക്കൊന്നും ഉണ്ടാക്കിയില്ലല്ലോ, എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. പെട്ടെന്ന് തന്നെ അത് ഓഫ് ചെയ്തിട്ട് സംഭവം സൈഡിലോട്ട് എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. എന്നാലും അതിൻ്റെ അകത്തുനിന്ന് കുറേ കറ ഇങ്ങനെ ഉരുകി അങ്ങോട്ട് ചാടിയിട്ടുണ്ടായിരുന്നു. കണ്ടോ, അടുപ്പയിലൊക്കെ ചാടിയത്. അപ്പോൾ ഇതൊക്കെ ദൈവമേ ഇനി ഇതെന്തോ ചെയ്യും എന്നൊക്കെ ആലോചിച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയോ. ഇത് ഞാൻ വിചാരിച്ചു അതിൻ്റെ അകത്തുണ്ടായിരുന്ന ആ ഒരു പടമൊക്കെ അങ്ങോട്ട് ആ ഒരു ഉരുകി ഇറങ്ങിയതാണല്ലോ, വേറൊന്നും പറ്റിയില്ല, എന്തായാലും വലിയ പൊട്ടിലോ തെറിക്കലോ അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. എന്നാലും എനിക്ക് ഇച്ചിരി സങ്കടമൊക്കെ വന്നു കേട്ടോ. കാരണം കുറേ നോക്കി പറിക്കൊക്കെ വാങ്ങിയതായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്നൊരു ഷോക്കാവുമല്ലോ നമുക്കിങ്ങനെ പെട്ടെന്നൊരു കാര്യം സംഭവിക്കുമ്പം. ഇതെന്നെ പറ്റിയേ എന്നുള്ളൊരു രീതിയിൽ, ഇതൊക്കെ ഇനി പോവുമോ, അത് ഒരുമാതിരിയാണല്ലോ ഇരിക്കണേ. അങ്ങനെയൊക്കെ ആലോചിച്ച് പറിക്കുക നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ, പഠോ എന്നൊരു സൗണ്ട് പെട്ടെന്ന് കേട്ടു കേട്ടോ. നോക്കിയപ്പോൾ ഇതായിരുന്നു. നിമിഷ നേരം കൊണ്ട് നമ്മളവിടെ നിന്നപ്പോൾ സംഭവിച്ചൊരു കാര്യമാണ്. എന്നെ പൊന്നെ നോക്കിക്കുക, അത് മുഴുവനും അങ്ങോട്ട് പൊട്ടി ഇതായി പോയിട്ടോ. അതിൻ്റെ ആ ചില്ല് അത്രയും നേരം ഒരു കുഴപ്പമില്ലായിരുന്നു, അത് മാറ്റി അങ്ങ് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങോട്ട് ഇതായതാണേ. കണ്ടോ, അത് ഫുൾ അങ്ങോട്ട് പോയി. ആ ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമമായി പോയിട്ടോ. കാരണം അത് അങ്ങനെയായി പോയല്ലോ. പിന്നെ ഈ സാധനം എടുക്കാൻ തന്നെ പേടിയായി. കാരണം ഇതെല്ലാം കൂടെ പൊട്ടി താഴോട്ട് വീഴുമോ, ഇനി ഇതെങ്ങനെ ക്ലീൻ ചെയ്യും, വല്ലാത്തൊരു പണിയാണല്ലോ. പിന്നെ ഒരാൾ നിൽക്കുമ്പോൾ ഒരാൾ പോകുന്നത് വളരെ കഷ്ടമുള്ളൊരു കാര്യം കേട്ടോ. രണ്ടും കൂടെ പൊട്ടിയായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും സങ്കടം വരത്തില്ലായിരുന്നു. ഒരാളിരിക്കുന്നു, മറ്റേയാളുടെ അവസ്ഥ ഇതായി പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഇനിയിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല, ഇതെടുത്ത് കളയാമെന്നുള്ളതാണല്ലോ അടുത്ത പണി. ഇതെല്ലാം കൂടെ അവിടെ ചാടുന്നതിന് മുമ്പ് എടുത്ത് കളയാമെന്ന് വിചാരിച്ചിട്ട് പയ്യെ അതൊന്ന് പൊക്കിയപ്പോൾ സംഭവിച്ചതാണ് അതിലേറെ കഷ്ടം. കാരണം ഈ ചില്ലൊക്കെ ഇങ്ങനെ ചെറിയ തരി പോലെ ആയതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ പണിയാവുമല്ലോ. അപ്പോൾ അത് പയ്യെ പൊക്കി കൂട്ടിലിടാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ അകത്തുനിന്ന് എല്ലാം കൂടെ കുനുകുനുകുനുകുനൂന്നും പറഞ്ഞുകൊണ്ട് പൊട്ടി തകർന്ന് താഴെ വീണു. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. പിന്നെ വളരെ കഷ്ടപ്പെട്ട് ഒത്തിരി സൂക്ഷിച്ച് പറക്കിയൊക്കെയാണ് കേട്ടോ നമ്മളതൊന്ന് ക്ലീൻ ചെയ്തെടുത്തത്. അയ്യോ, വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അത്രയും വലിയൊരു ചില്ലിൻ്റെ വലിയൊരു ഇതായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് മുഴുവനും പൊട്ടിപ്പോവുകയും ചെയ്തു. മുഴുവനും താഴോട്ട് ഇങ്ങനെ പ്ലിങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് ചാടിയപ്പോഴത്തേക്കും നല്ല രസമായിരുന്നു. എന്നായാലും ഒരു 8ൻ്റെ പണിയൊക്കെ ഓർക്കാപ്പുറത്ത് കിട്ടിയൊരവസ്ഥയായിരുന്നു കേട്ടോ. വെറുതെ ചില്ലടിച്ചിരുന്ന സമയത്താണ് ചില്ല് നമുക്ക് പണി തന്നത്. പിന്നെ ഇതെല്ലാം ക്ലീൻ ചെയ്തു. പിന്നെ വാഷിംഗ് ബേസിൽ ചാടിയതൊക്കെ നമുക്ക് ചെറിയ ഇത് നമുക്ക് വെള്ളം ഒഴിച്ച് കളയായിരുന്നല്ലോ, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നിലത്ത് ചാടിയതൊക്കെ നല്ല പണിപ്പെട്ടു കേട്ടോ, അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നായാലും നമ്മൾ അതിനെല്ലാം 5-6 കൂട്ടിലൊക്കെ കിട്ടി. പിന്നെ ഇവിടെ നമുക്ക് കളയാനായിട്ട് കുഴപ്പമില്ല, ആ ചില്ല് കളയുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോയി കളയാം. പിന്നെ ഇവിടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇത് പോയിട്ടോ എന്തായാലും. അതുകൊണ്ട് തന്നെ വളരെ സമാധാനം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കറ പിടിച്ചിരുന്നാൽ പിന്നെ അത് അതിലും വലിയ കഷ്ടമാവുമല്ലോ. എന്നായാലും അങ്ങനെ ഓർക്കാപ്പുറത്തിരുന്നപ്പോൾ കിട്ടിയൊരു പണിയാണ്. പിന്നെ ആരും ഇല്ലാണ്ട് ഇവനിങ്ങനെ ഒറ്റയ്ക്ക്, അവൻ്റെ കുറച്ച് കളർ പോയിട്ടുണ്ട്. അപ്പോൾ ശരി, ബൈ.